ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിരാത് ലേണിംഗ് ഹബ്ബ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ BA സോഷ്യോളജി ഫസ്റ്റ് ഇയറിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഫണ്ടമെൻ്റൽ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സോഷ്യോളജിയിൽ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് പോലെ തന്നെ ദ സയൻസ് ഓഫ് സൊസൈറ്റി സോഷ്യോളജി, ഒരു സമൂഹത്തെ പറ്റിയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പഠനമാണ് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പഠനശാഖ എന്ന നിലയിൽ തന്നെ ഇതിന് ഒരുപാട് ടെർമിനോളജിയും ടേംസും പിന്നെ കൺസെപ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം വ്യക്തികൾ, അവർ എല്ലാവരും ഒരേ രീതിയിൽ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുക, അതിന് ഉള്ളൊരു ഇതായിട്ടാണ് സൊസൈറ്റീനെ ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ സൊസൈറ്റികൾക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥാപിതമായിട്ടുള്ള സ്വഭാവങ്ങളും അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാവരും ആ സൊസൈറ്റിയിലുള്ള എല്ലാവരും അതിനെ ഒബേ ചെയ്യാൻ, അതിനെ അംഗീകരിക്കാൻ തയ്യാറാവേണ്ടതായിരിക്കും. അങ്ങനെയുള്ളൊരു ഇതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ മക്ലൗഡും പേജും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഈ സൊസൈറ്റി എന്നുള്ളത് എന്താണ്, ഒരു വെബിനോട്ട്, ഒരു വലയോട്ടാണ് അവരെല്ലാം ഉപമിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷനിലായിരിക്കണം. കാരണം മനുഷ്യൻ എന്നുള്ളത് ഒരു സോഷ്യൽ അനിമലാണ്, ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക്. പിന്നെ സൊസൈറ്റിയിൽ എന്താണ്, സിമ്പിൾ സൊസൈറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ കോംപ്ലക്സ് സൊസൈറ്റി ഉണ്ടാകും. സിമ്പിൾ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഷ്യൻ്റ് ആയിരിക്കും, പുരാതനമായിട്ടുള്ള ഇതായിരിക്കും സിമ്പിൾ സൊസൈറ്റി എന്നുള്ളത്. പിന്നെ അവർ എന്തായിരിക്കും, എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് അവർ പുറകോട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിരക്ഷരരുമായിരിക്കും, സാക്ഷരത കുറവുള്ളവരായിരിക്കും. പിന്നെ കോംപ്ലക്സ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് അവർ മോഡേൺ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായി നല്ല മുന്നോട്ട് ഉള്ളവരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല സാക്ഷരരും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലോസ്ഡ് സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റി എന്ന് കൂടി നമുക്ക് ഇന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ക്ലോസ്ഡ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാഥാസ്ഥിക ചിന്താഗതിയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളോ ചലനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഇപ്പോഴും ആ പഴയ യാഥാസ്ഥിക രീതിയിൽ ജീവിക്കുന്നവരാണ് ക്ലോസ്ഡ് സൊസൈറ്റി എന്നുള്ളത്. എന്നാൽ ഓപ്പൺ സൊസൈറ്റി എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഓപ്പൺ സൊസൈറ്റി എന്നുള്ളത്. പിന്നെ സൊസൈറ്റി എന്നുള്ളത് എന്താണ്, നമ്മുടെ ഈ ഏകാധിപത്യത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് സൊസൈറ്റിയുടെ നിലനിൽപ്പ് തുടങ്ങിയത് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഈ സൊസൈറ്റി ഉണ്ടായത് ഇത് 4 തിയറി മുഖേനയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിന് ഡിവൈൻ തിയറി, പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ് തിയറി, പാട്രിയാർക്കൽ തിയറി, മാട്രിയാർക്കൽ തിയറി എന്നിങ്ങനെയാണ് ഈ 4 തിയറികൾ. ഡിവൈൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയെ ദൈവം രൂപകൽപ്പന ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഫോഴ്സ് തിയറി പറയുന്നത് മനുഷ്യരിങ്ങനെ ഒരു കൂട്ടമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അവരുടെ ഉന്നമനങ്ങൾക്കും അവരുടെ മറ്റു പ്രവർത്തനങ്ങൾക്കും കൂട്ടമായ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെയാണ് സൊസൈറ്റി ഉണ്ടായത് എന്നാണ് ഫോഴ്സ് തിയറി പറയുന്നത്. അവരതിനെ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ പാട്രിയാർക്കൽ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ എങ്ങനെ വന്നു, അതായത് പിതാവിൻ്റെ കുടുംബത്തിൽ അന്ന് മൂത്തവരാരോ അങ്ങനെ അവരിൽ നിന്ന് ഉണ്ടായി. പിന്നെ അതിന് ശേഷം അവരുടെ കാലശേഷം പിന്നെ അടുത്ത പ്രായം ചെന്ന ആളിലെത്തി. അങ്ങനെയാണ് പാട്രിയാർക്കൽ തിയറി പറയുന്നത്. എന്നാൽ മാട്രിയാർക്കൽ തിയറി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദറിൻ്റെ, നമ്മുടെ അമ്മയുടെ രീതിയിലായിട്ടാണ് മാട്രിയാർക്കൽ തിയറി വരുന്നത്. മാതാവിൻ്റെ രീതിയിലായിട്ടാണ് മാട്രിയാർക്കൽ തിയറി വരുന്നത്. പിന്നെ എഫക്റ്റ് ഗിഡിങ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഒരേ മൈൻഡുള്ളവരായിരിക്കണം. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ കോമൺ ആയിട്ടുള്ള എല്ലാവരുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുൻപന്തിയിലുണ്ടാവണം. അപ്പോൾ ഒന്നായിട്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് എഫക്റ്റ് ഗിഡിങ്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സൊസൈറ്റി ഉണ്ടാവാനുള്ള 2 പ്രധാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ വേണം, ജനസംഖ്യ വേണം, ജനങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒത്തൊരുമ വേണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ലൈക്ക്നെസ്, എല്ലാവരും ഒരുമ വേണം. അതിൽ ഇതന്നെ വേണമെന്നില്ല വേണം. പക്ഷേ ഡിഫറൻസ് ലൈക്ക്നെസ് ഡിഫറൻസ്
മറ്റു വിഭിന്ന അഭിപ്രായത്തെക്കാട്ടിലും ഏകാഭിപ്രായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. കമ്മ്യൂണിറ്റി എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വേർഡിൻ്റെ ഒറിജിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിൽ നിന്നാണ് ഇത് ഉടലെടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഷെയർ ഓർ ടു ഇമ്പാർട്ട്. നമ്മൾ ഒന്നിനെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായി പങ്കുവെക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗവാക്കാവുക എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഒരാളാവുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാവുമ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയലും അതിൽ നമ്മുടേതായിട്ടുള്ള കഴിവ് നമ്മൾ ചെയ്യലും നമ്മുടെ മേൽ ഉത്തരവാദിത്വം ഉള്ളതാണ്. നമ്മൾ അതിന് റെസ്പോൺസിബിളാണ്. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളത് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് നോഷനാണ്. പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫിക്കായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ നമ്മൾ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നു. നമ്മളുടേതായിട്ടുള്ള ജീവിത രീതികളോടുകൂടെ നമ്മുടെ ചിട്ടവട്ടത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്നു. അങ്ങനെയുള്ളൊരു ഏരിയയാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിറ്റി എന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ കോമൺ ആയിട്ടുള്ള ചര്യകളും അതുപോലെയുള്ള അവരുടെ ജീവിത രീതികളും കസ്റ്റമും ട്രഡീഷനും അവരുടെ നാട്ടുനടപ്പിനും ജീവിത രീതികൾക്കൊക്കെ അനുസരിക്കുന്ന ജീവിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിനാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നോക്കുക. നമ്മൾ ഒന്നായിട്ട് ബ്രോഡായിട്ട് പറഞ്ഞു പോവുകയാണ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകാനുള്ള ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ടെറിറ്ററി വേണം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകണമെന്ന്. അതായത് ഒരു ഭൂപ്രദേശം വേണം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഫീലിംഗ് വേണം. നമ്മൾ എന്നൊരു കൺസെപ്റ്റ് വേണം എല്ലാവർക്കും. നമ്മൾ എന്നൊരു ചിന്ത എല്ലാവർക്കും എപ്പോഴും വേണം. പിന്നെ അതുപോലെ തന്നെ നാച്ചുറാലിറ്റി വേണം. അതായത് നമ്മൾ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നാച്ചുറലിയാണ്. അതായത് ക്രമേണ ഉണ്ടാകുന്നതാണ്. നമ്മൾ പ്രകൃതിപരമായി ഉണ്ടാവുന്നത്. അല്ലാതെ ആരും അതിൻ്റെ പിന്നാലെ ഉണ്ടാക്കാൻ നടക്കുകയോ അങ്ങനെയൊന്നും വേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ സൊസൈറ്റി എന്നുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാക്കാൻ നടക്കുകയോ അതിനെ നിർമ്മിക്കാൻ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടത്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി എന്നുള്ളത് നാച്ചുറലി പൂർണ്ണമായും നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു കൺസെപ്റ്റാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പെർമനൻസ്, അതായത് സ്ഥിരത വേണം. ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അതിന് സ്ഥിരത വേണം. അതായത് ഒരു കമ്മ്യൂണിറ്റി ഒരിക്കലും ടെമ്പററി ആവാൻ പറ്റില്ല, പെർമനൻ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സിമിലാരിറ്റി വേണം. അതായത് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒരേ ആഗ്രഹമുള്ളവരായിരിക്കണം. ഒരു ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേ ലക്ഷ്യത്തോടു കൂടി ഒരേ ഇഷ്ടത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി നടക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് നെയിം വേണം. അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള നെയിം വേണം. അതായത് നമ്മൾ മഹാരാഷ്ട്രയിലുള്ളവരൊക്കെ മറാത്തിക്കാർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറ്റിയിട്ട് പുറത്തുള്ളവർ പറയും മല്ലൂസ് എന്ന് പറയും. അതായത് നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് അവരുടെ പ്രത്യേകപരമായിട്ടുള്ള നെയിം വേണം. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റീസാണ് നമുക്ക് പറയാനുള്ളത്. റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റി ഉണ്ടാവും. റൂറൽ കമ്മ്യൂണിറ്റി എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റികളാണ് റൂറൽ കമ്മ്യൂണിറ്റി. അതെന്ന് വെച്ചാൽ പ്രൈമറി റിലേഷൻഷിപ്പായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ മറ്റൊരാളുമായിട്ട് ഇൻഫോർമലി ആയിരിക്കും നമ്മൾ ഒരാളുമായി ഇടപെടുകയും അവരുമായി കോണ്ടാക്ട് ചെയ്യുകയും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഫീലിംഗ് ഉണ്ടാവും. ഈ റൂറൽ കമ്മ്യൂണിറ്റിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നൊരു ചിന്ത നല്ലോണം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതിനെ ഒരു പ്രൈമറി റിലേഷൻഷിപ്പായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ അർബൻ കമ്മ്യൂണിറ്റി ആവുകയെന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡറി റിലേഷൻഷിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അർബൻ കമ്മ്യൂണിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും നേരിട്ട് ഒരു ഓറൽ ഇൻട്രാക്ഷന് അധികം സാധ്യതയില്ല. അധികം നമ്മൾ ലെറ്റർ അയക്കുകയോ മെയിൽ അയക്കുക അങ്ങനെ എന്തെങ്കിലും മറ്റു തേർഡ് പാർട്ടികളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതിനാൽ തന്നെ അതിന് സെക്കൻഡറി റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് അസോസിയേഷൻ എന്നുള്ളത്. അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ
ഈ കമ്മ്യൂണിറ്റിയെയും ഗ്രൂപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും. അവർ ആ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അസോസിയേഷൻ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അവരുടേതായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം കാര്യങ്ങളുണ്ടാവും. പിന്നെ ചില അസോസിയേഷനുകൾ പെർമനൻ്റ് ആയിരിക്കും, ചിലത് ടെമ്പററിയും ആയിരിക്കും. എന്നാൽ നമ്മളെ ഗിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലുള്ള ആ അസോസിയേഷനിലെല്ലാ മെമ്പറും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അസോസിയേഷൻ എന്ന് വെച്ചിട്ടാണ് ഗിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മൾ അസോസിയേഷൻ്റെ എക്സാമ്പിളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് യൂണിയന്, അതുപോലെ തന്നെ PTA അസോസിയേഷന്, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ, പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് അസോസിയേഷനുകൾ, അലുമിനി അസോസിയേഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇനി അതുപോലെ തന്നെ അസോസിയേഷനും ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളുണ്ട്. അതൊക്കെ എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നോക്കുക. ഇനി അസോസിയേഷൻ്റെ പ്രത്യേകതയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ ഒരു ഹ്യൂമൻ ഗ്രൂപ്പ് ആയിരിക്കണം, മനുഷ്യന്മാരായിരിക്കണം അസോസിയേഷൻ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമൺ ഗോൾ വേണം, എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം എന്നുള്ള ഇതിൽ വേണം. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നേടിയെടുക്കും വരെ നമ്മൾ പോരാടണം എന്നുള്ളൊരു ഒരു ഇൻറ്റൻഷൻ, ഒരു നിയത്ത് എല്ലാവർക്കും വേണം. പിന്നെ അതുപോലെ തന്നെ അസോസിയേഷൻ എന്നുള്ളത് എന്താണ്, ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉള്ളൊരു സോഷ്യൽ ഗ്രൂപ്പാണ് നമ്മുടെ അസോസിയേഷൻ ഉണ്ടാവുക. പിന്നെ കോപ്പറേറ്റീവ് സ്പിരിറ്റ് വേണം. അതായത് നമ്മൾ ഒരു ഫീലിംഗ് എന്ന് പറയുമല്ലോ, നമ്മൾ എന്നൊരു ചിന്ത ഉണ്ടല്ലോ, അതായത് സഹകരണ മനോഭാവം എല്ലാവർക്കും വേണം. പിന്നെ അതുപോലെ തന്നെ അസോസിയേഷനിലും മെമ്പർഷിപ്പ് എന്നുള്ളത് പ്രത്യേകപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു അസോസിയേഷനിൽ ഇടക്കാലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ തുടക്കത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ അസോസിയേഷനിൽ ആളുകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അസോസിയേഷൻ ലീഡേഴ്സിന് ഉണ്ടാവും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പെർമനൻസി ഓഫ് അസോസിയേഷനാണ്. അതായത് നമ്മൾ അസോസിയേഷനുകൾ ചിലത് ടെമ്പററി ആയിരിക്കും, മറ്റു ചിലത് പെർമനൻ്റ് ആയിരിക്കും നേരത്തെ പറഞ്ഞു. അപ്പോൾ പെർമനൻ്റ് ആയതുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഏത് കാലത്തോളം ഈ ലോകത്ത് അല്ലെങ്കിൽ ഓലെ ലക്ഷ്യം ഏത് കാലം വരെ സാധൂകരിക്കുന്നതോ അതുവരെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പെർമനൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റുഡൻസ് അസോസിയേഷനുകളും സ്റ്റുഡൻസ് യൂണിയനുകളൊക്കെ ഒരു പെർമനൻ്റ് ആണെന്ന് പറയാം. പക്ഷേ അതേസമയം നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളൊരു ടെമ്പററി ആണ്, അപ്പോൾ ആ കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി അസോസിയേഷൻ്റെ ടൈപ്പുകളാണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ഉണ്ടാവും, നോൺ സ്പെഷ്യലൈസ്ഡ് ഉണ്ടാവും. അത് നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാർട്ട് 2 പേജും ഈ ചാർട്ട് ഒന്ന് നോക്കുക. അപ്പോൾ അതിന് ശേഷം ഇനി അടുത്ത് പറയാനുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളത്. ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ടു ഈച്ച് അതർ ഇൻ എ പാറ്റേൺ. ഒരു രീതിയിൽ എല്ലാ വ്യക്തികളും മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും മറ്റൊരാളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതാണ് ഗ്രൂപ്പ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ സോഷ്യോളജിയിൽ ഈ ഗ്രൂപ്പുകളെ പറ്റിയുള്ള പഠനം ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജിയിൽ ഈ ഗ്രൂപ്പുകളെ പറ്റിയുള്ള പഠനം ആരംഭിക്കുന്നത്. ഈ ഗ്രൂപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിലധികമോ വ്യക്തികൾ കൂടുമ്പോഴാണ് ഒരൊറ്റ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിലധികമോ കൂടുതൽ ആളുകൾ കൂടുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മൾ ട്രെയിൻ കയറാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് എന്തെങ്കിലും കയറാൻ പോകുമ്പോൾ നമ്മളൊരു കൂട്ടാളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്താണ്, ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആ മറ്റേ വരുന്ന ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ബസ്സിന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡെഫിനിഷനുകൾ നമ്മൾ ഗ്രൂപ്പിന് പറയുന്നുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ പ്രത്യേകതകളും സ്വഭാവ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനി അടുത്തത്. അതായത്
മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതായത് ഞാൻ നീ എന്നുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കണം, പരസ്പരം ധാരണയിലാണ് പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കോമൺ ഇൻട്രസ്റ്റ് വേണം. അതായത് നമ്മൾ രണ്ടാളും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കോമൺ ആയിട്ടുള്ളൊരു താല്പര്യം വേണം. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി, നമ്മൾ ഒരു ഏകത്വം വേണം. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ഐക്യത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഫീലിംഗ് വേണം, നമ്മൾ എന്ന ചിന്ത വേണം. അല്ലാതെ ഞാനും നീ ആകുമ്പോൾ നീ വേറൊന്ന് അല്ല ഞാൻ വേറൊന്ന്, അങ്ങനെ പറ്റില്ല. നമ്മൾ എന്നൊരു കൺസെപ്റ്റിലേക്ക് വരണം. പിന്നെ സെയിം ബിഹേവിയർ, നമ്മൾ ഒരേ സ്വഭാവക്കാരായിരിക്കണം. അതായത് നമ്മൾ മേൽക്കോയ്മ നോക്കാതെ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഗ്രൂപ്പിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാണ്, അതിനെ വിഭാഗീകരിക്കുകയാണ്. നമ്മൾ ഈ പലരും ഗ്രൂപ്പുകളെ വലുപ്പത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ ഗ്രൂപ്പുകളെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ H.T. മസുംദാർ എന്ന പ്രമുഖനായിട്ടുള്ള സോഷ്യോളജിസ്റ്റ്, അദ്ദേഹം ഒരു ഏകദേശം 10ഓളം ഗ്രൂപ്പുകളായിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഗ്രൂപ്പുകളെ. അതാണ് ഇവിടെ ഈ ബോൾഡാക്കി കൊടുത്തിട്ടുള്ളത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരാൾ 2 പേരുള്ള ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനും മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ പേഴ്സൺ കൊണ്ട് ഉണ്ടായ ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിന് മൊണാഡ് എന്നും, അത് അറ്റ്ലീസ്റ്റ് 2ലേറെ ആളുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡയാഡ് എന്നും, പിന്നെ അതുപോലെ തന്നെ 3ലേറെ ആളുകൾ കൂടി കണ്ടുണ്ടാകുന്ന ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ട്രയാഡ് എന്ന് പറയപ്പെടും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ചെയ്തെന്നുള്ള പ്രൈമറി ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ചാൾസ് ഹോട്ടൺ കൂലി എന്ന പ്രമുഖനായ സോഷ്യോളജിസ്റ്റാണ്, അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് അദ്ദേഹമാണ് ഈ പ്രൈമറി ഗ്രൂപ്പ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന കൃതിയിലൂടെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. എന്നാൽ ഈ പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ചെറുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും മറ്റൊരാളുമായിട്ട് ഡയറക്റ്റ് ഓറലി അവർ ഇൻറ്ററാക്ട് ചെയ്യും, മറ്റൊരാളുമായി ബന്ധപ്പെടും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് എല്ലാവരും എപ്പോഴും ക്ലോസ് ആയിക്കൊണ്ടാവും, വളരെ അടുത്തുകൊണ്ടായിരിക്കും അവരുടെ സംഭാഷണ രീതികളും അവരുടെ അഭിമുഖീകരിക്കുന്ന രീതികളൊക്കെ ഇൻഫോർമലായിരിക്കും ഉണ്ടാവുക. അതായത് നേരിട്ട് മറ്റൊരു തേർഡ് പാർട്ടി ഇല്ലാതെ നമ്മൾ നേരിട്ടാണ് അവരുമായി സംവദിക്കുകയും മറ്റും ഉണ്ടാവുക. പിന്നെ നമ്മളെ പ്രൈമറി ഗ്രൂപ്പിന് ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈമറി ഗ്രൂപ്പിൻ്റെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്, അതിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അത് ക്ലോസ്നെസ് ആയിരിക്കും. ക്ലോസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ എന്നുള്ള വളരെ അടുപ്പത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കുക. പിന്നെ സ്മാൾ സൈസ് ആയിരിക്കും, ചെറിയ ഗ്രൂപ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും, അതായത് സ്ഥിരതയും ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യുക സ്മാൾ ഗ്രൂപ്പുകളായിരിക്കും. പിന്നെ ഐഡൻറ്റിറ്റി ഓഫ് എൻ്റെ ആയിട്ട് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഗ്രൂപ്പായത് അത് നേടിയെടുക്കുന്നില്ലാണ് പറയുന്നത്. പിന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓറലി നമ്മൾ മറ്റൊരാളുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. പിന്നെ ഇൻക്ലൂസീവ് ആയിരിക്കും, അതായത് റിലേഷൻഷിപ്പുകളൊക്കെ അതായത് നമ്മൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും, അല്ലാതെ മറ്റൊരാൾ എന്നുള്ളതിലേക്ക് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുക അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ അവസാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ബന്ധത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്നുള്ളത്. സെക്കൻഡറി ഗ്രൂപ്പിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പേഴ്സണലി നേരിട്ടല്ലായിരിക്കും ഈ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ നേരിട്ടല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി ആയിട്ടോ മറ്റെങ്ങനെയും ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആവുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ് ആവുന്നത്. ഇതിന് സെൽഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നും സെൽഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്നും പേരുണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡറി ഗ്രൂപ്പിന് ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ
സവിശേഷതകളും സ്വഭാവ രീതികളൊക്കെയാണ് ഇനി പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ലാർജ് ഗ്രൂപ്പായിരിക്കും. അതിൽ മെമ്പേഴ്സ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫോർമാലിറ്റി ആയിരിക്കും. അതായത് ഇൻഫോർമൽ ആയിരിക്കില്ല നമ്മളെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും, എല്ലാവരും ഫോർമലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇംപേഴ്സണാലിറ്റി, അതായത് നമ്മൾ നേരിട്ട് ഒരാളോട് സംവദിക്കാനൊരു അവസരം ഉണ്ടാവുകയില്ല. നമ്മൾ അവരുടെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയേറ്ററോ മധ്യസ്ഥനോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ നമ്മൾ ബന്ധം ഉണ്ടാവുക. അപ്പോൾ നേരിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇൻവോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കും. അതായത് വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു രീതിയിലായിരിക്കും. പിന്നെ അതുപോലെ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് എന്നുള്ളത് ഓൻ ആ ഗ്രൂപ്പിൽ എന്താണോ അവന് റോളുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് ഇനി ഒരുത്തന് അതിൻ്റെ ചെയർമാനാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കും അതിൻ്റെ ഹൈ പൊസിഷനിലുണ്ടാവുക. ബാക്കിയുള്ളവരെല്ലാം അവരെ അനുസരിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഫറൻസിന് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും അത് വായിക്കുക. പിന്നെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പാണ് ഉള്ളത് അടുത്ത ക്ലാസിഫൈ ചെയ്ത വിഭാഗം എന്നുള്ളത്. പിന്നെ വില്യം ഗ്രഹാംസം എന്നുള്ള അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് ഈ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഫോക്വേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റൊരാളുമായിട്ട് എങ്ങനെ വേണോ കണക്ഷന് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തീരുമാനിക്കുക. ഇനി ഇൻ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദി ഇൻഡിവിജ്വൽസ് ഇൻ ഗ്രൂപ്പ്സ് ആർ ആൾ ദ ഗ്രൂപ്പ്സ് ടു വിച്ച് ഈ ബിലോങ്സ്. ഏതൊക്കെ ഗ്രൂപ്പ് അവനുണ്ടോ അവനെല്ലാം ഒരു വ്യക്തി ഉള്ള ഏതെല്ലാം ഗ്രൂപ്പുണ്ടോ അതിലെല്ലാം അവന് ഇൻ ഗ്രൂപ്പാണ്. ഇനി അവനില്ലാത്ത ഏതെല്ലാം ഉണ്ടോ അത് ഔട്ട് ഗ്രൂപ്പാണ്. അതായത് തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യോളജിയിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യോളജി സ്റ്റുഡൻസ് നമ്മളൊരു ഇൻ ഗ്രൂപ്പാണ്. ഇനി BA ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BCom സ്റ്റുഡൻസ് മറ്റേത് സബ്ജക്റ്റും ആയിക്കോട്ടെ അവർ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഔട്ട് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉണ്ടാവുക. പക്ഷേ ഔട്ട് ഗ്രൂപ്പ് ആകുമ്പോൾ അവർ എന്നുള്ളൊരു ഇതിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഡെഫിനേഷന് എല്ലാവരും ഒന്ന് വായിക്കുക. ഓക്കെ. പിന്നെ അടുത്തൊരു ക്ലാസിഫൈ ചെയ്ത വിഭാഗമാണ് റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. റഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിനെ ഉപയോഗിച്ചത് ഹെർബർട്ട് ഹൈമൻ എന്നുള്ള വ്യക്തിയാണ്, സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം 1942 ഈ വേർഡ് ഉപയോഗിച്ചത്. അദ്ദേഹം ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ദ ഗ്രൂപ്പ് ദാറ്റ് എ പേഴ്സൺ യൂസസ് ടു ഇവാലുവേറ്റ് ദെയർ ഓൺ സർക്കംസ്റ്റൻസ് ഓർ ആക്ഷൻസ്. അവൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു ഗ്രൂപ്പിനായിട്ടാണ് റഫറൻസ് ഗ്രൂപ്പിനെ അദ്ദേഹം പറഞ്ഞത്. പിന്നെ പക്ഷേ ഈ മുസഫർ ഷെരീഫ് എന്ന വ്യക്തിയാണ് ആൻ ഔട്ട്ലൈൻ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന കൃതിയിലൂടെ സാഹിത്യ രംഗത്ത് ഈ റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ടേമിനെ ഉപയോഗിച്ച് പോകുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ റോൾ മോഡൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഒരു കൂട്ടത്തിൽ ഒരു റഫറൻസ് പേഴ്സണെ ആയിട്ടാണ് കണക്കാവുന്നത്. അതായത് നമ്മൾ ആരാണോ റെഫർ ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും നമ്മളെ റോൾ മോഡൽ എന്ന് പറയാറുള്ളൂ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ടൈപ്സ് ഓഫ് റെഫറൻസ് ഗ്രൂപ്പാണ്. റെഫറൻസ് ഗ്രൂപ്പ് 2 ടൈപ്പ് ആവുന്നുണ്ട്. അതാണ് ഞാൻ ഈ റെഡ് ഇതിലും കൂടെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക. പോസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും, നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും. പോസിറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് മോട്ടിവേറ്റ് ടു ബി അക്സെപ്റ്റഡ് ആൻഡ് റിഗാർഡഡ് ആസ് എ മെമ്പർ. അതായത് ഒരു വ്യക്തിയെ അവനെന്താവണം മറ്റൊരാളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവൻ ആ ഗ്രൂപ്പിലൊരു മെമ്പറാണ് എന്നുള്ളതൊക്കെ അവനെ പരിഗണിക്കുകയും വേണം. പക്ഷേ ഈ നെഗറ്റീവ് റെഫറൻസ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയെ അവന് എങ്ങനെയായാലും മറ്റൊരു വ്യക്തി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ എതിർക്കാൻ പറയണം, അതിനാണ് മോട്ടീവ് ചെയ്യുന്നതും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു മെമ്പറായി കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ കണക്കാക്കാത്ത രീതിയിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് റെഫറൻസ് ഗ്രൂപ്പിൻ്റെ 2 വിഭാഗങ്ങൾ വരുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ എങ്ങനെയാണോ ആ അതെ. നമ്മൾ ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറയാൻ പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തെ എങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, എങ്ങനെയെല്ലാം ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും, അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇനി ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷൻ ഇതെല്ലാം ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകനെ ഒരു പിതാവ് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ വളർത്തിയെടുക്കുക. അപ്പോൾ അവരുടെ റെസ്പോൺസിബിളാണ് ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതാണ് ഒരു ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റിലീജിയൻ എന്നുള്ളത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവനെ എന്താണ് ആരാധനകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നടക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ രീതികൾ. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളതും ഇതാണ്, അവന് നേരായ വിദ്യാഭ്യാസം നൽകുക, അവന് വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പിന്നെ ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൽ ഫാമിലിയെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത മാരേജാണ്. മാരേജ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷലി ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പാണ് നമ്മളെ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലാണ് ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇന്ന് വളരെ ലിബറലായിട്ട് നടക്കുന്ന സമൂഹമാണല്ലോ. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിലൂടെ കപ്പിൾസിന് 2 പേരും എന്താണ് ഈക്വലായിട്ട് അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എഡ്യൂക്കേഷനിലൂടെ 2 യൂണിവേഴ്സൽ ഫങ്ഷനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ടു അസിസ്റ്റ് ഇൻ ദ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടിയെ എന്താണ് അവൻ ഈ സമൂഹത്തിലുള്ളതാണ് എന്നൊരു ചിന്താഗതി വരുത്തി കൊടുക്കുക, അവനെ സാമൂഹ്യവൽക്കരിക്കുക. അതായത് അവൻ ഇതിലുള്ള ഒരാളാണ്, നമ്മുടെ ഇടയിലുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കൾച്ചറിനെ അതിനെന്തായി കൊടുക്കുക, ട്രാൻസ്മിറ്റ് കൊടുക്കുക, അവന് പകർന്നു കൊടുക്കുക ഇനി ഭാവി തലമുറക്ക് വേണ്ടിയിട്ട്. അതാണ് അതിലുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ എക്കോണമിയാണ്. എക്കോണമിയെ പറ്റി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കലും വാങ്ങലും, പിന്നെ അതുപോലെ തന്നെ ഉൽപ്പാദനവും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടം, അതെല്ലാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്താണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എന്തായിരിക്കും കുറച്ച് അധികാരപ്പെട്ടവർ വേണ്ടി വരും. അങ്ങനെയാണ് പൊളിറ്റിക്സ് നമ്മൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നത്. പിന്നെ അടുത്താണ് റിലീജിയൻ. ഒരു മനുഷ്യന് എന്താണ് അവൻ്റെ ആയിട്ടുള്ള ജീവിത രീതികളും മറ്റും എല്ലാം ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു മതത്തിൻ്റെ അത്യാവശ്യം ആണ്. മതത്തിൻ്റെ കീഴിലാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ അടുത്താണ് മാസ് മീഡിയ എന്നുള്ളത്. മാസ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇംപ്ലിമെൻ്റ് ആയിരിക്കും, നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് മാസ് മീഡിയ എന്നുള്ളത്. നമ്മൾ എന്ത് ഈ സമൂഹത്തിൽ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് മാസ് മീഡിയ വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി അടുത്ത ഒരു കൺസെപ്റ്റാണ് നോംസ് എന്നുള്ളത്. നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ള ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ നോംസിൽ പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ എൻ്റെ ഈ നോംസ് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി എന്തെല്ലാം ഐറ്റം നോംസ് വരുന്നുള്ളതൊക്കെ ഇവിടെ താഴെ ചാർട്ടായിട്ട് വരുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. കൈൻഡ്സ് ഓഫ് സോഷ്യൽ നോംസ്. ആദ്യമായിട്ട് ഫോക്ക് വൈസ് കലകളും കാര്യങ്ങളൊക്കെ നാടോടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ ഫോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഖിതമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അത് നമ്മളെ റെഗുലറായി കൊണ്ടുള്ള നമ്മുടെ ജീവിത രീതിയിൽ അങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇനി മോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മോറൽ വാല്യൂസ്. നമ്മൾ എന്താണ് ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ് മോഡ്സ് എന്നുള്ളത്. അതിൽ കസ്റ്റംസ് വരും, അതായത് നമ്മളെ സ്വഭാവ രീതികൾ വരും, ഫങ്ഷൻ വരും, പിന്നെ അതുപോലെ നിയമങ്ങൾ വരും, ഫാഷൻ വരും. അതായത്
പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അടുത്താണ് വാല്യൂസ് എന്നുള്ളത്. അടുത്തൊരു കൺസെപ്റ്റാണ് വാല്യൂ എന്നുള്ളത്. ഇനി അതിന് കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വാല്യൂ എന്നുള്ള ഈ ടേം എടുത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ടു റെഫർ ടു പീപ്പിൾസ് ഡീപ്ലി ഹെൽഡ് ബിലീഫ്സ് അബൌട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നമ്മൾ ജീവിതത്തിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള, എന്താണ് നമ്മൾ പ്രധാനം ചെയ്യേണ്ടതെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് വാല്യൂ ഇവിടെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത കാര്യമാണ് സ്റ്റാറ്റസ് എന്നുള്ളത്. സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന പോലെ തന്നെ നമ്മൾ ഒരു സമൂഹത്തിൽ നമുക്ക് എന്താണ് നമ്മളെ നില, നമ്മുടെ വില എന്താണെന്നില്ല അറിയിച്ചു തരുന്നതാണ് സ്റ്റാറ്റസ് എന്നുള്ളത്. സ്റ്റാറ്റസിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ ഗ്രൂപ്പ്സ് പൊസിഷൻ വിത്ത് ദാറ്റ് ഗ്രൂപ്പ് ഓർ ഇൻ റിലേഷൻ ടു അതർ ഗ്രൂപ്പ്സ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു സംഘത്തിൻ്റെ അവരുടെ പൊസിഷൻ, അവരുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അതിൻ്റെ അർത്ഥം പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതിനെ പറ്റിയിട്ട് ഒരാൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ഒരുപാട് ഡെഫിനിഷനുകൾ പറയുന്നുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് പറയുന്നത്. അതും ഒരു 10 കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഇനി 2 ഐറ്റം സ്റ്റാറ്റസുകളാണ് ഉള്ളത്. അച്ചീവ്ഡും ഉണ്ടാവും, അതുപോലെ തന്നെ ആസ്ക്രൈബും ഉണ്ടാവും. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ബയോളജിക്കലി ജനിതകമായിട്ടല്ലാതെ നമ്മൾ നേടിയെടുത്ത എന്തെല്ലാം ഉണ്ടോ, അതായത് നമ്മളിപ്പോൾ പഠിച്ച് വലിയൊരു ഡോക്ടറേറ്റ് എടുത്തു, അപ്പോൾ അതെല്ലാം നമ്മളെ അച്ചീവ്ഡ് സ്റ്റാറ്റസാണ്. എന്നാൽ നേരെ തിരിച്ച് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ മകനായി ജനിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, അത് എന്നുള്ളത് ബൈ ബർത്തായിട്ട് നമുക്ക് ലഭിക്കുന്നതും എന്നാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയാത്തതും. അതായത് നമുക്ക് ആ ഒരു വിഭാഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും അതേ ഉണ്ടാവുക. അതായത് ബ്രാഹ്മണന് എന്നും ബ്രാഹ്മണനായിരുന്നത് പോലെ തന്നെ ക്ഷത്രിയന് എന്നും ക്ഷത്രിയനായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, ബൈ ബർത്ത് ആയിട്ടുള്ളതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾസാണ്. റോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായത്തിൽ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ട പങ്ക്, അവൻ എന്താണ് ആ സമൂഹത്തിൽ ചെയ്തു കൊടുക്കേണ്ടത്, തനിക്കെന്ത് റോളാണ് അവിടെ ചെയ്യാനുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് ഒരു റോൾ എന്നുള്ളതുകൊണ്ട് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കണേ. ഈ കൺസെപ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താവും, ഒരു സമൂഹത്തിൽ ഒരുപാട് എൻജിനീയർ വേണ്ടി വരും, ഡോക്ടേഴ്സ് വേണ്ടി വരും, ലീഡേഴ്സ് വേണ്ടി വരും. എല്ലാവർക്കും എന്താണ് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള റോളിലും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന് ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളും പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള സവിശേഷതകളും കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഈ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളുമായി ബന്ധപ്പെട്ട് അത് റിലേറ്റ് ചെയ്ത് കണ്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ സെറ്റ്, റോൾ പ്ലേയിങ്, പിന്നെ റോൾ ടേക്കിങ്, അതുപോലെ തന്നെ റോൾ കോൺഫ്ലിക്റ്റ്, റോൾ ബിഹേവിയർ എന്നുള്ള പേരിലൊക്കെ ഉണ്ട്. ഈ റോൾ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യം എന്താണ്, സമൂഹത്തിൽ എന്ത് ചെയ്യണം, എൻ്റെ റോൾ എന്താവണം, ഞാൻ എന്താവണം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സമൂഹത്തിൽ എന്താവണം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് റോൾ സെറ്റ്. എന്നാൽ റോൾ പ്ലേയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ നിർവഹിക്കും, എന്നെക്കൊണ്ട് എന്തെല്ലാം കഴിയുമെന്നുള്ളതാണ് റോൾ പ്ലേ ചെയ്യുക എന്നുള്ളത്. പിന്നെ റോൾ ടേക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിനെ എന്താവും, അതിനെ ഈ സമൂഹത്തിൽ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് റോൾ ടേക്കിങ്. എന്നാൽ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ റോളുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മറ്റൊന്നിനെയും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഈ റോൾ എങ്ങനെ സാധൂകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഉള്ള മറ്റൊന്നാണ് റോൾ ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വിദാദ് ലേണിംഗ് ഹബ്ബ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്, ബൈ.